നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക വിഷയം എന്താണെന്ന് വെച്ചാൽ, രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ അഭിഷേകത്തെക്കുറിച്ച്. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് രാത്രി പ്രാർത്ഥിക്കുന്നത്? പകൽ പ്രാർത്ഥിച്ചാൽ മതിയില്ലേ? അല്ലേ? പകൽ പ്രാർത്ഥിച്ച കൃപ കിട്ടില്ലേ? രാത്രി പ്രാർത്ഥിക്കുന്ന വലിയ നിർബന്ധമുണ്ട്. കർത്താവിന് അങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവ് നിശ്ചയമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. രാത്രി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ കൃപകൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കിട്ടുന്ന വലിയ വലിയ കൃപകളും അഭിഷേകമുണ്ട്. അല്ലേലിയാം. പലരുടെയും കാര്യം ഇതാണ്, രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഉറക്കം തൂങ്ങാൻ സാധ്യതയുണ്ട്, മയങ്ങിപ്പോൻ സാധ്യതയുണ്ട്, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് കൂടുതൽ നേരം പകലിരുന്ന് പ്രാർത്ഥിച്ച മതിയില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. പറുദീസ എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ നിങ്ങൾ കയറി നോക്കിയാൽ ഒരു പയ്യനാണ്, അവന് 10, 25, 27, 30 വയസ്സ് താഴെയുള്ള പയ്യനാണ്. അവനെ ഈ കാലഘട്ടത്തിൽ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനകളെക്കുറിച്ച്, പ്രത്യേകിച്ച് യാമ പ്രാർത്ഥനകളെക്കുറിച്ച് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. രാത്രി വൈകിട്ട് 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ പ്രാർത്ഥിക്കുന്നത് വലിയ അഭിഷേകം നിറഞ്ഞ സമയമാണ്. ആ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കണം. 1-2 വചനങ്ങൾ നമുക്ക് നോക്കാം. അല്ലേലിയാം. അപ്പസ്തോല പ്രവർത്തനത്തിൽ 5-ാം അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനത്തിൽ അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വലിയ കൃപയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഇപ്രകാരം പറയാണ്, അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമൻ്റെ വണ്ണത്തിൽ ഒന്നിച്ചുകൂടി പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം കൃപകൾ കൊണ്ട്, അഭിഷേകം കൊണ്ട് അവർ നിറഞ്ഞിരുന്നു. അല്ലേ? അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ എന്തുണ്ടാവും? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മൾ. തുടർന്ന് വരുന്ന എപ്പോഴാണ്? അപ്പോൾ അവർ രോഗികളെ തെരുവീതികൾ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അശുദ്ധാത്മാവ് ബാധിച്ചവർ ഇവരെല്ലാം വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി. അപ്പോൾ ഈ പത്രോസും പൗലോസും കടന്നു പോകുമ്പോൾ വളരെയധികം രോഗികൾ തൊട്ടടുത്ത പട്ടണങ്ങളിൽ നിന്നെല്ലാം വന്നിരുന്നു. നമ്മൾക്കറിയാം, കൺവെൻഷൻ നടക്കുന്ന സമയത്ത് രോഗശാന്തി കൊടുക്കുന്ന കൺവെൻഷനാണെങ്കിൽ എന്താ, കിടപ്പ് രോഗികളെ കൊണ്ടുവന്ന് കിടത്തും, വീൽ ചെയർ രോഗികളെ കൊണ്ടുവന്ന് കിടത്തും. അവർക്ക് വേണ്ടി സെക്ടറുകൾ വെക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്ഭുതം പ്രാപിച്ച് അവർ സൗഖ്യം പ്രാപിക്കണമെന്ന് അവരുടെ കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, ഈ അത്ഭുതങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രധാന പുരോഹിതന്മാരും അവർ ചേർന്നിരുന്ന സദുക്കയരും അസൂയ പൂണ്ടെന്ന് വെച്ചാൽ അപ്പോസ്തലന്മാരെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. ഒന്നും വേറൊന്നും ചെയ്തിട്ടില്ല. അല്ലേരിക്കാം. അവര് ഈ രോഗശാന്തി അത്ഭുതം കിട്ടിയത് ഒരു പബ്ലിസിറ്റിയും കൊടുത്തിട്ടില്ല, ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടില്ല, ഒരു കാര്യം ചെയ്തില്ല. കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുക. സൗഖ്യം കിട്ടിയവർ അനേകരായിട്ട് മാറിയപ്പോൾ അസൂയ പൂണ്ട പ്രധാന പുരോഹിതന്മാർ ആ ദേശത്തുള്ള മറ്റ് അവിശ്വാസികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരെ പിടിച്ച് ബന്ധനസ്ഥരാക്കി കാരാഗ്രഹത്തിലടച്ചു, ജയിലിലടച്ചു. അല്ലേരിക്കാം. ജയിലിൽ അടച്ചു കഴിഞ്ഞിട്ട് എന്തെന്ന് വെച്ചാൽ അവർ രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽക്കൽ തുറന്നു. ഈ രാത്രി എന്ന് പറയുമ്പോൾ അവിടെ ചില കാര്യങ്ങളുണ്ട്. കാരണം എന്താ, അപ്പസ്തോലന്മാരാവുമ്പോൾ അവരുടെ പരിപാടി എന്താ? പ്രാർത്ഥനയാണ്. രാവിലെയും വൈകിട്ട് അവർ കർത്താവിൻ്റെ മുമ്പിൽ, രാത്രിയും പുലർച്ചയ്ക്കും കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന പതിവ് അതിവിടെ പറയുന്നില്ല. കാരണം അപ്പസ്തോലൻ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അപ്പസ്തോലന്മാരായതുകൊണ്ട് എന്തുണ്ടാവും? അവരുടെ പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടാവും. ഇവിടെ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഇവരിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. പ്രാർത്ഥനയിലുണ്ടാകുക, രാത്രി പ്രാർത്ഥനയിലുള്ള ഒരു അഭിഷേകം എന്താണെന്ന് വെച്ചാൽ ദൈവദൂതന്മാർ ഇറങ്ങി വരും. ദൈവദൂതൻ നിങ്ങൾ ഞാൻ നോക്കിയ വചനം വായിക്കുമ്പോൾ അതുകൊണ്ടാണ് രാത്രി പ്രാർത്ഥിക്കുക, പകലല്ല പ്രാർത്ഥിക്കേണ്ടത്, രാത്രി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ദൈവദൂതന്മാർ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരുന്നത് രാത്രിയുടെ യാമങ്ങളിലാണ്. ദൈവിക ദർശനങ്ങൾ കിട്ടുന്നത്, ദൈവിക സ്വപ്നങ്ങൾ കിട്ടുന്നത് രാത്രിയുടെ യാമങ്ങളിലാണ്. ഇവിടെ നമ്മൾ കാണാണ്, രാത്രിയിൽ കർത്താവിൻ്റെ ദൂതന്മാർ കാരാഗ്രഹവാതിലുകൾ തുറന്നു അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനതകളോടും നവജീവന്റെ സുവിശേഷം പ്രസംഗിക്കുക. അല്ലേലിയാ. നവജീവന്റെ സുവിശേഷം, രക്ഷയുടെ മാർഗം പഠിപ്പിക്കുക എന്നുള്ളത്. എവിടെ പോയി?
ദേവാലയത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് കാരാഗൃഹത്തിലാക്കിയ ആൾക്കാരാണ് എവിടെ കിടക്കുന്നത്? കാരാഗൃഹത്തിൽ കിടന്ന അപ്പസ്തോലന്മാരാണ്. അവരുടെ ജോലി എന്താ? ദേവാലയത്തിലോ അല്ലെങ്കിൽ പട്ടണങ്ങളിലോ സുവിശേഷം പ്രസംഗിച്ച് കഴിയുമ്പോൾ രോഗശാന്തി കൊടുക്കുക എന്നുള്ള. അത് കണ്ടിട്ട് ബഹളി പൂണ്ടവരാണ് ഇവരെ പിടിച്ചുകൊണ്ടുവന്ന് എവിടെ ഇട്ടത്? കാരാഗൃഹത്തിരുത്. അപ്പോൾ ഇവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവദൂതന്മാർ ഇറങ്ങി വന്നിട്ട് അതിൻ്റെ വാതിലുകളൊക്കെ തുറന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദേവാലയത്തിൽ പോയി എന്ത് ചെയ്യണം? നവജീവ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനതകളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കണം. അപ്പം നിങ്ങൾ കടബാധിതരായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുടുംബ പ്രശ്നങ്ങളിൽ വലയുന്നുണ്ടെങ്കിൽ, മക്കളുടെ ജീവിത പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക പരാജയങ്ങളുണ്ടെങ്കിൽ, ഭവനമില്ലെങ്കിൽ, ജോലിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന, നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത മേഖലകൾ നന്മ ചെയ്തതും തിന്മ ചെയ്തതും നിങ്ങൾക്ക് ദോഷകരമായിട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ശത്രുക്കളായി കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രാത്രിയുടെ യാമങ്ങൾ കരങ്ങളെടുത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളിലൊരു കൃപയുണ്ട്, നിങ്ങളിലൊരു അഭിഷേകമുണ്ട്, നിങ്ങളിലൊരു ചൈതന്യമുണ്ട്. ഹല്ലേലൂയ. വെറുതെ മാങ്ങയില്ലാത്ത മാവുമ്മ ഏതെങ്കിലും പിള്ളേർ കല്ലെറിയും? ഇല്ല. തേങ്ങയില്ലാത്ത തെങ്ങമേ ഏതെങ്കിലും തെങ്ങ് കയറുന്നവ തേങ്ങയിടാൻ കയറുമോ? ചക്കയില്ലാത്ത പ്ലാവുമ ആരെങ്കിലും ചക്കയിടാൻ കയറുമോ? അഭിഷേകമുണ്ടെങ്കിൽ അവിടെ പിശാച് കടന്നു വരും. ഹല്ലേലൂയ. ശക്തി ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടി കടന്നു. രണ്ടാമത്തെ നമുക്ക് നോക്കാം, 12-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 12-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ബന്ധസ്സനായി ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവിടെ പറയാം, സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. സഭ അവന് 5-ാമത്തെ വാക്യം, പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു, സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായിട്ട് വെറുതെ പ്രാർത്ഥിച്ചു എന്നല്ല, തീഷ്ണത വേണം. ഉറക്കം തൂങ്ങി പ്രാർത്ഥിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. തീഷ്ണതയോടുകൂടി മയങ്ങി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, തീഷ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയോടുകൂടി പ്രാർത്ഥിച്ചു, ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചു, നിരന്തരം പ്രാർത്ഥിച്ചു, കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താ? സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പരസ്യ വിചാരണയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ഹേറോദ് ഉദ്ദേശിച്ചിരുന്ന തലേ രാത്രി, അപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്യും? പരസ്യ വിചാരണയ്ക്ക് കൊണ്ടുവരും. തലേ ദിവസം രാത്രി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇരു ചങ്ങലകളാലും ബന്ധിതനായി രണ്ട് പടയാളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് പട്ടാളക്കാർ കാരാഗ്രഹ കവാടത്തിൽ കാവൽ നിന്നു. രണ്ടാള് ഇവൻ കിടന്നുറങ്ങുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അവർ നിൽക്കുക. അവരുറങ്ങുമോ? ഉറങ്ങില്ലല്ലോ. ഇല്ല, പട്ടാളക്കാരെ ഉറങ്ങില്ല, ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജോലിയും പോയി, അവരുടെ ജീവനും പോകും. ഹല്ലേലൂയ. എന്നിട്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായി. കർത്താവിന്റെ ദൂതൻ പെട്ടെന്ന് പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശമായിട്ട് മാറി. അവൻ പത്രോസിന്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. അപ്പോൾ അവന്റെ കൈകളിൽ നിന്നും ചങ്ങലകൾ താഴെ വീണു. കണ്ടോ? വേഗം എഴുന്നേൽക്കുക. ഹല്ലേലൂയ. പത്രോസ് നന്നായിട്ട് പ്രാർത്ഥിച്ച് കിടന്നതാണ്. പക്ഷെ കിടന്നു കഴിഞ്ഞപ്പോൾ എന്താ? ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു, ആ ജയിലറയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. കയ്യിലേക്ക് കടന്നു വന്നപ്പോൾ എന്തായി? അവനെ തട്ടി ഉണർത്തി. തട്ടിയ സമയത്ത് എന്താ കഴിഞ്ഞാൽ കൈകളിൽ നിന്നും ചങ്ങലകൾ അഴിഞ്ഞുപോയി. ചങ്ങലകൾ അഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ചങ്ങല കെട്ടിയിട്ടേക്കല്ല, ചങ്ങല പൂട്ടിയിട്ടിരിക്കുക. ആ പൂട്ട് ദൈവത്തിന്റെ ദൂതന്മാർ തുറന്നു കൊടുത്തു. അല്ലേ? നമുക്ക് തുറക്കാൻ പറ്റില്ല, പക്ഷെ ദൈവത്തിന്റെ ദൂതന്മാർക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും. അല്ലേരിയ. എന്നിട്ട് എന്തുണ്ടായാൽ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി അത് കൃത്യമായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് എന്റെ പിന്നാലെ വരിക. എന്താ? പത്രോസ് അങ്ങനെ തന്നെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ചത് ഈ കാര്യം യഥാർത്ഥമാണെന്ന് അവൻ തോന്നിയില്ല. അവൻ വിചാരിച്ചു സ്വപ്നം കാണുന്നു. ഞാൻ അങ്ങനെ ചങ്ങല കൂട്ടൊക്കെ കിടക്കാണ്, രണ്ടാൾ അപ്പുറത്തപ്പുറത്തും കിടപ്പുണ്ട്, ചുറ്റും പടയാളികൾ കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളെ നല്ല സ്വപ്നം കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുകയില്ലേ? അതാണെന്ന് പത്രോസ് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് നടക്കാൻ പോകുന്നത്. കാരണം എന്താ? ഒരിക്കലും ഇത് സംഭവിക്കാത്ത മേഖലയാണ്, ഒരിക്കലും നടക്കാത്ത മേഖല. കാരണം എന്താ?
ഈ പട്ടാളക്കാരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരാളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അല്ലേ? വേണ്ട, ഈ രണ്ടാൾ കണ്ടില്ലെങ്കിൽ എന്താ, അവർ ഒന്ന് മയങ്ങിപ്പോയ സമയത്ത് എഴുന്നേറ്റ് പോകുന്നെങ്കിൽ ഈ ചുറ്റും നിൽക്കുന്ന ഈ പട്ടാളത്തിൽ ഈ ജയിലിൻ്റെ കോട്ടയ്ക്ക് ചുറ്റും നിൽക്കുന്നവർ പിടിക്കുമെന്ന് ആർക്കറിയാം? പത്രോസിന് അറിയാം. നിങ്ങൾ കിടന്ന് നോക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അല്ലേ? സഹനത്തിൻ്റെ വലിയ കോട്ടയിലാണ് നിങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലേ? തകർച്ചയുടെ വലിയ കോട്ടയിലാണ് കിടക്കുന്നത്. അല്ലേ? തകർച്ചയില്ലാത്തവരാരും ഇല്ലല്ലോ, നല്ല തകർച്ചയുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ളൊരു വഴിയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. എന്താ? നമ്മൾ തകർച്ചയുടെ ആ സഹനത്തിൻ്റെ ആ ജയിലറയിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇറക്കി നമ്മളെ ആ ജയിലിൽ നിന്നും മോചിപ്പിക്കും. അല്ലേലൂയ. ഈ അപ്പസ്തോലന്മാർ, പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്, സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെന്താ? സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ഇതെന്ത്, അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ പിന്നിട്ടു, നഗരത്തിലൂടെ ഇരുമ്പ് കവാടത്തിലെത്തി, അത് അവർക്കായി തുറക്കപ്പെട്ടു. അവർ പുറത്തു കിടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് മാറി. കാരണം അവനെ സ്വതന്ത്രനാക്കി കഴിഞ്ഞപ്പോൾ ദൂതൻ പെട്ടെന്ന് പിന്മാറി. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാർക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സാധിക്കും. നമ്മൾ വിശ്വസിക്കണം. അല്ലേ? അല്ലാതെ നമ്മുടെ വിചാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് രക്ഷപ്പെടുന്നെന്ന്. അല്ലേ? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ രക്ഷപ്പെടുന്നു, ഞാൻ ദൈവവചനം വായിക്കുന്നു, എൻ്റെ മക്കൾ അല്ല. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും. ആ കോട്ടയെ അങ്ങ് തകർത്ത് കളയും. അല്ലെങ്കിൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന വിലങ്ങുകൾ, ആ ചങ്ങലകൾ അഴിച്ചു മാറ്റി നമ്മൾ സ്വതന്ത്രരാകും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സഹനത്തിൻ്റെ ചങ്ങലകളോ ഏതെങ്കിലും സാമ്പത്തിക തടസ്സങ്ങളോ ചങ്ങലകളോ നിങ്ങളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബ ഭിന്നതകൾ, കുടുംബ വിഭാഗീയ ചിന്തകൾ, വിവാഹബന്ധം വേർപെടുന്ന ചിന്തകൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കർത്താവിനെ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരും. ഇനി 16-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നത്, 16-ാം അധ്യായത്തിൽ തടവറയിലെ വലിയ അത്ഭുതം. ആ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇപ്രകാരമുള്ളൂ. അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും ശീലാസും ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയെ കണ്ടു. പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് നമ്മൾ ചില ദേവാലയത്തിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ തിരുനാളുകളാണെങ്കിൽ എന്താ എന്ന് വെച്ചാൽ അവർ തത്തേനെ കൊണ്ട് ആൾക്കാർ വന്നിരിപ്പുണ്ടാവും. കൈ നോക്കാനായിട്ട് കൈയുടെ പടം വരച്ച ആൾക്കാർ വന്നിരിപ്പുണ്ടാവും. മുഖലക്ഷണം നോക്കി പറയുന്നവരിങ്ങനെ വന്നിരിക്കേണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവർ പറയും, നിങ്ങളൊന്ന് നിന്നേ, 3 കാര്യം പറയാം, ശരിയാണെങ്കിൽ മാത്രം ഇരുന്നാൽ മതി. ആദ്യത്തെ 3 കാര്യം ശരിയായി, പിന്നെ അവിടെ ഇരിക്കും. പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ഇന്നുള്ളതുപോലെ അവിടെയും ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടി അവിടെ കണ്ടു. അപ്പോൾ ഈ ഭാവി ഫലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടിമത്തത്തിൻ്റെ ആത്മാവ് പറയുന്നത്, പരിശുദ്ധാത്മാവല്ല. അല്ലേ? പരിശുദ്ധാത്മാവാണോ പറയുന്നത്? സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള ആത്മാക്കളെ നമ്മൾ വിവേചിച്ചറിയണം. എന്താ ചെയ്താൽ പൗലോസിന്റെയും ഞങ്ങളുടെയും നേരെ പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു. വേറെ തെറ്റൊന്നും പറഞ്ഞില്ല, മോശമായിട്ടൊന്നും പറഞ്ഞില്ല, അവരെ വിളിച്ച് അവഹേളിച്ചില്ല, മോശ പ്രവൃത്തികൾ ഒന്നും പറഞ്ഞില്ല. ഈ വ്യക്തികൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്. തെറ്റില്ലതുണ്ടോ? അവർ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞുണ്ടോ? ഇല്ലല്ലോ. കറക്റ്റായ കാര്യം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ പ്രകാരം പറയാണ്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. 2017 വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് എന്നെ ഇറക്കി വിട്ടു. ഞാൻ അതിനുശേഷം ഒരു മുറി കയറി 3 മാസക്കാലം ഇരുന്ന് പ്രാർത്ഥിച്ചു. പുറത്തേക്ക് ഒന്നും അധികം ഇറങ്ങിയില്ല. കുർബാന നമ്മൾ പ്രൈവറ്റ് മാസം ഇല്ലി കുർബാന എല്ലിക്കൊണ്ടിരുന്നു. അല്ലേ ചെല്ലിരുന്നു. അപ്പം നമ്മൾ ഇവിടെ കഞ്ചിക്കോട് റാണി ചേച്ചി ഒരാണ് അവിടെ ചികിത്സയ്ക്ക് വന്നപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് വന്നു. ആ ചേച്ചി പറഞ്ഞു, അച്ഛൻ ഇരുന്ന് പ്രാർത്ഥിച്ചോ. അച്ഛൻ പ്രാർത്ഥിച്ച് 3 മാസത്തിൻ്റെ ഉള്ളിൽ ദൈവം ഈ രഹസ്യം അധികാരികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞു. 3 മാസത്തിൻ്റെ അവസാന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
3 ദിവസം മുൻപ് അധികാരികൾ വിളിച്ച് ഈ കാര്യങ്ങൾ അവരെ അറിയുന്നു, കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നോട് പറയാണ് വീണ്ടും പോയി അധികാരം ഏറ്റെടുക്കണം. അതിനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ദിവസത്തിൻ്റെ ഈ അവസാനത്തെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു 2-3 ദിവസങ്ങൾ, ഈ 3 ദിവസമല്ല അതിന് മുമ്പുള്ള 3 ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു 1:15 സമയത്ത് എഴുന്നേൽപ്പിക്കും. രാത്രി, പകലല്ല 1:15. വിചാരിച്ചു എൻ്റെ എന്തോ അസ്വസ്ഥതയാണെന്ന് വിചാരിച്ചു ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു കഴിഞ്ഞ് 1-2 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഒരു സ്വരം കേൾക്കാണ്, ഒരു സ്ത്രീയുടെ ചാപ്പലിൽ കയറിന്ന് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ വേഗം പെട്ടെന്ന് കുളിച്ച് റെഡിയായി ചാപ്പലിൽ കയറിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അപ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, രാത്രിക്ക് ഉറക്കം വിളിച്ചു കഴിഞ്ഞാൽ പകലെന്തെങ്കിലും ഉറങ്ങിപ്പോകുന്നുള്ള പേടിയൊക്കെ നമുക്കുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഉറക്കം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ ഉറക്കം കിട്ടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയുന്നവർക്കൊക്കെയും ഒരു മാർഗനിർദ്ദേശമാണ് ഞാൻ നൽകുന്നത്. അല്ലെങ്കിൽ മാർഗനിർദ്ദേശം ഉറക്കം നഷ്ടപ്പെടുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ തൊട്ട് മുമ്പിൽ ആ ചാപ്പൽ, ഞാൻ പെട്ടെന്ന് ഫ്രഷായി ചാപ്പലിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ 3 ദിവസവും ഈ 1:15, 1:30 ആകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന എപ്പോൾ നീണ്ടു നിൽക്കുന്നത് വെച്ചാൽ ഒരു 5-5:15 വരെ നീണ്ടു നിൽക്കും. 5:15 ആകുമ്പോൾ ഒരു 10-15 മിനിറ്റ് കിടന്നുറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഫ്രഷായി വീണ്ടും പുറത്തൊന്നും പോകുന്നില്ല, ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല, അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഊട്ടുമുറി പോകുമ്പോൾ ഭക്ഷണം കഴിക്കും, പിന്നെ പ്രാർത്ഥനയും. 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴാണ്, 3-ാമത്തെ ദിവസം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് അന്ന് വൈകിട്ടാണ് അധികാരികൾ കൃത്യമായിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അത് നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യം അവർ മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം 3-ാമത്തെ ദിവസം പറഞ്ഞു പോയി കാര്യം എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ പേരിൽ ചില ആക്ഷൻസും എടുക്കുക. പിന്നെ ഞാൻ പോയി എടുത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി ആ 3 ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ഗർഗത്തിൽ നിന്നും, ഒരു വലിയ ഗുഹയിൽ നിന്നും, ഒരു വലിയ കുഴിയിൽ നിന്നും കർത്താവ് എന്നെ കരകയറ്റി. അതുകൊണ്ടാണ് പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം? രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ജീവിതത്തെ പ്രശ്നമില്ല എന്നൊന്നും അങ്ങനെ എഴുന്നേക്കണ്ട. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതിപ്പോൾ ഓർമ്മയിൽ വെക്കണം. പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ക്ലാസ് കേട്ടിയൊന്നുമല്ല, അപ്പോൾ പ്രശ്നം അല്ലേ. അതുകൊണ്ട് ഇപ്രകാരം പറയാണ്, ഇത് പൗലോസ് സീലാസ് ഇങ്ങനെ പല ദിവസങ്ങളിൽ ഈ പെൺകുട്ടി, ഭാവി ഫലം പറയുന്ന പെൺകുട്ടി പിന്നാലെ വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ എന്തായി? അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു. ആത്മാവെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ ഭാവി ഫലം പ്രവചനം നടത്തുന്ന പെൺകുട്ടിയിൽ നിന്നും അടിമത്തത്തിന്റെ ആത്മാവ് വിട്ടുപോകാൻ പറഞ്ഞ സമയത്ത് എന്താണെന്നുവെച്ചാൽ ആ ആത്മാവ് ബാധിച്ച പെൺകുട്ടിയിൽ നിന്നും അശുദ്ധ ആത്മാവ് വിട്ടുപോയി. സീലാസിനെയും പൗലോസിനെയും ജയിലിൽ കൊണ്ടിട്ടു. അവരെന്ത് ചെയ്തു? അർദ്ധരാത്രിയോട് അടുത്ത് അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. നിങ്ങളുടെ സഹനങ്ങളിൽ നിങ്ങൾ കിടക്കുന്ന മുറിയിൽ കയറി കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരണം എന്താ? നമ്മളിന്ന് സഹനത്തിൻ്റെ, നമ്മളിന്ന് വേദനയുടെ, നമ്മൾ ഒറ്റപ്പെടുത്തലിൻ്റെ, നമ്മൾ കടബാധിതയുടെ വലിയ ജയിലിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് മോചിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുള്ളൂ, യേശു ഏകരക്ഷകൻ. ഹല്ലേലൂയ. അവിടെ കിടന്ന സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. തടവുകാരെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ആരാണ് ഉറങ്ങേണ്ടവർ? തടവ് പുള്ളികളാണ് ഉറങ്ങേണ്ടത്. തടവുകാരുടെ ജോലി എന്താണ്? കാക്കുക എന്നുള്ള, അല്ലേ? നമ്മളൊക്കെ ഈ പ്രധാനമന്ത്രിക്ക് വന്ന് കിടക്കുന്ന സമയത്ത് നമുക്കറിയാം, ആ ഹോട്ടലിൻ്റെ ചുറ്റും പോലീസും പട്ടാളവും വിജിലൻ്റ് ആയിരിക്കും. കിടന്നുറങ്ങാൻ ഒരിക്കലും പറ്റില്ല. ആര് കിടന്നുറങ്ങുന്നുണ്ടാവും? ആര്? പ്രധാനമന്ത്രി, അവരുടെ സെക്രട്ടറിക്ക് നല്ല ഉറക്കം ഉറങ്ങുമ്പോൾ ഇവരിങ്ങനെ കാത്തിരിക്കുക. ഇവിടെ ഉറങ്ങേണ്ടവരാരാണ്? തടവുകാരാ. പൗലോസും സീലാസാ. വലിയ തടവുകാരൊന്നും, 2 അവർ കീർത്തനങ്ങൾ പാടാൻ തുടങ്ങി. സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുണ്ടായിച്ചാൽ തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി.
ഭൂകമ്പത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂകമ്പത്തിൽ കർത്താവ് ഇറങ്ങി വരുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് കാവൽക്കാർ ഉണർന്ന് കാർകാർ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. കാവൽക്കാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവർ വാളൂരി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾ വിളക്ക് കൊണ്ടുവാ, ഇരുട്ടാണ്. അപ്പൊ പ്രാർത്ഥന രാത്രിയാണോ പ്രാർത്ഥന പകലാണോ നല്ലത്? രാത്രിയാണോ പകലാണോ? എന്നോട് പലരും പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇതെല്ലാം പറഞ്ഞു അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം, പകൽ കിടന്ന് പ്രാർത്ഥിച്ചോളാം. രണ്ട് വ്യക്തികൾ നല്ല മനുഷ്യരാണ്, അവരെനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു ഞങ്ങൾ രാത്രി കുറേ നേരം ടി വി കണ്ടിട്ട് 3:30 എഴുന്നേറ്റ് അരമണിക്കൂർ പ്രാർത്ഥിച്ച് കിടക്കാച്ചെന്നു. കാര്യം മനസ്സിലായില്ലേ? പുലർച്ചെ വരെ ടി വി കണ്ടിരുന്നു, കാരണം കണ്ടില്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. ഒരു പയ്യനാണ് അല്ലേ, അവൻ്റെ കുടുംബമാണെങ്കിൽ ഭയങ്കര തകർച്ചയിലേക്ക് പോയി. എനിക്ക് അതിൻ്റെ അമ്മച്ചി ആ കുടുംബങ്ങൾ മെസ്സേജ് അയക്കുന്ന കേട്ടിട്ട് നമുക്ക് പോലും ഞാൻ ഇത് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം, ഇത് ചെയ്താൽ നിങ്ങളുടെ അടിത്തറയുടെ കുലുങ്ങും. വീട് കുലുങ്ങുന്നല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ അടിത്തറ കർത്താവിൻ്റെ ദൂതന്മാർ ഇറങ്ങി മാറ്റിക്കളയും. അല്ലേ? 92-ാം സങ്കീർത്തനം 3-ാമത്തെ തിരുവചനം. കിന്നരയും വീണയും മീട്ടി പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയും, ഞാൻ അങ്ങേ കരുണയും, രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയും, പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയും, രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയാ? പ്രഭാതത്തിൽ അങ്ങയുടെ കരുണ. അപ്പൊ കരുണ കിട്ടണമെങ്കിൽ എപ്പോൾ പ്രാർത്ഥിക്കണം? പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം. അല്ലേലിയ. കരുണ കിട്ടണമെങ്കിൽ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം. വിശ്വസ്തത കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. ഈ വിശ്വസ്തത എന്താണ് പറയുന്നത്? രാത്രിയാണ് വിശ്വസ്തയും. രാത്രിയിൽ ഞാൻ അങ്ങയുടെ വിശ്വസ്തയെ ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട്. ഇനി 91-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം നമുക്ക് പ്രാർത്ഥിക്കാം. 91-4-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നത്, തന്റെ തുവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം വരും. എന്താണ് അവിടുത്തെ വിശ്വസ്തത? കവചയും പരിചയമായിരിക്കും. പഴയ കാലത്ത് യുദ്ധത്തിന് പോകുന്നവർ ഉപയോഗിക്കുന്നതാണ് എന്ത്? കവചയും പരിചയം. പരിചയം. ഇപ്പൊ എന്താ? നാം കർത്താവിൻ്റെ വിശ്വസ്തതയെ രാത്രി സമയങ്ങളിൽ ധ്യാനിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്നൊരു കൃപയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കർത്താവിൻ്റെ വിശ്വസ്തതയെ ധ്യാനിക്കുമ്പോൾ കർത്താവ് എനിക്ക് കവചയും പരിചയമായിട്ട് മാറും. അപ്പോൾ രാത്രി പ്രാർത്ഥിക്കുന്നതാണോ പകൽ പ്രാർത്ഥിക്കുന്നതാണോ നല്ലത്? രാത്രി പ്രാർത്ഥിച്ചെന്ത്? ഞാൻ പ്രാർത്ഥിക്കുന്നതിലൂടെ, കർത്താവിൻ്റെ വിശ്വസ്തതയെ ധ്യാനിക്കുന്നതിലൂടെ കർത്താവിൻ്റെ കവചയും പരിചയമായിട്ട് വരും. അതിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മുടെ അച്ഛന്മാർ പറയണ സന്ധ്യാപ്രാർത്ഥന മക്കളെ നിർത്തരുത്. അതെന്താ? പള്ളിയിൽ വിളക്ക് മണി അടിക്കും അല്ലേ? വിളക്ക് മണി അടിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുരിശുമണി അടിക്കും. വിളക്ക് മണി എന്തിനാണ്? വിളക്ക് കത്തിക്കാനാ. കുരിശുമണി എന്തിനാ? പ്രാർത്ഥിക്കാനാ. അല്ലേ? പിന്നെ എത്ര 7:30 എന്ത് മണി അടിക്കും? മരിശുശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആയിരിക്കും. അല്ലേ? അത് കഴിഞ്ഞ് 8 മണിക്ക് എന്ത് ചെയ്തും? 8 മണിക്ക് വീണ്ടും മണി അടിക്കും. ആ മണി അടിച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? പള്ളിയിൽ പിറ്റേ ദിവസം എത്രയാണ്? ഒരു കുർബാനയാണെങ്കിൽ ഒരു കുർബാന കൂട്ടമണി അടിച്ചതിന് ശേഷം 1 മണി അല്ലേ? ഞായറാഴ്ച ദിവസം ആണെങ്കിൽ തലേ ദിവസം മണി അടിക്കുമ്പോൾ നാളെ ഞായറാണെന്ന് അതിൻ്റെ പ്രത്യേകത കാണിച്ചു തരും. അല്ലേ? എന്തിനു വേണ്ടി? നമ്മൾ വിശ്വസ്തതയെ ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് കവചയും പരിചയമാവും. അല്ലേ? ഞാൻ എല്ലാ ദിവസവും മുടങ്ങാറില്ല. ഞാൻ ഇവിടുന്ന് 5 ഇവിടെ ശുശ്രൂഷയുള്ളത് ഇല്ലാത്ത ദിവസം 5 മണിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എത്ര 8-10 വരെ ഇവിടെ ഉണ്ടാവും. വാതിലടച്ചിടും. കാരണം എന്നാ ആരെങ്കിലും വന്ന് കയറിയാൽ അറിയില്ല. അല്ലേ? ചിലവർ വന്ന് പിള്ളേർ വന്ന് പ്രാർത്ഥിക്കാൻ വരുന്നത് നോക്കുമ്പോൾ അടഞ്ഞെടുക്കുക. പക്ഷെ അകത്ത് ലൈറ്റും ഉണ്ട്, അവർ ഉണ്ടാവും. അല്ലേ? കാരണം എന്താ? അല്ലേ? കർത്താവിൻ്റെ വിശ്വസ്തതയെ അങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവിൻ്റെ വിശ്വസ്തയെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അപകടങ്ങളൊന്നായിട്ട് മാറി. അല്ലേ? വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 18-19
വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 18-19 തിരുവചനത്തിൽ പറയാണ്, യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നീ നിലവിളിച്ച് സിയോൻ പുത്രിയെ കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രഭാകം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്. കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. നാളെ തന്നെ പോയിട്ട് നിങ്ങൾ കിടപ്പിന്ന് ഇറങ്ങി ഇരുന്നിട്ട് ചേട്ടൻ കിടന്നുറങ്ങുന്ന സമയത്ത് നല്ല ഒച്ചപ്പാടുണ്ടാക്കരുത്. ചേട്ടൻ്റെ വടിയായിട്ട് കിടുവരും. പ്രശ്നമാകോ വീട്ടിലെ? ഞാൻ പറഞ്ഞു തന്നെന്ന് വിചാരിച്ച ഒരു വീടിൻ്റെ കോലാഹലമായിട്ട് മാറ്റരുത്, കുടുംബ പ്രശ്നമായിട്ട് മാറ്റരുത്. അച്ഛന്മാർ കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇരിക്കുന്നത്, പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ വിവേകപൂർവ്വം ചെയ്യണം. കാരണം എന്താ, നമ്മൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. തോട്ടങ്കരച്ചൻ പറഞ്ഞാന്നൊന്നും പറയരുത്, ഫ്രാൻസ് അച്ഛൻ പറഞ്ഞതാണ്. അച്ഛ അപ്പം തന്നെ ഫോൺ മേടിച്ചിട്ട് ആ നമ്പർ ഇങ്ങോട്ട് വിളിക്കും. എന്തിനാ അച്ഛ ഇയർ ബാലൻസ് തെറ്റിയ ചേച്ചിയാണ്, എന്തിനാ ഇയർ ബാലൻസ് തെറ്റിയതുകൊണ്ടാ, കിടന്നുറങ്ങിയതുകൊണ്ടാണ്. പ്രശ്നം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു, 6-7 മണിക്കൂർ അച്ഛൻ കിടന്നുറങ്ങണം എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. ഞാൻ വിചാരിച്ചു മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. ഞാൻ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2:50 3 മണി കണ്ട് എഴുന്നേറ്റ്. ഇന്ന് 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 മണിക്ക്. ഇത് പറയുന്നതിൻ്റെ കാരണം ഇന്ന് അത്ഭുതം ഇവിടെ നടക്കും. ഞാൻ നേരത്തെ കർത്താവ് എഴുന്നേൽക്കാം. നേരത്തെ ചില ദിവസം എഴുന്നേറ്റിട്ട് പറയും, ജോമാല എടുത്തിട്ട് മിഖായൽമാരുടെ പ്രാർത്ഥന ചൊല്ലാൻ പറയും. യേശു എന്ത് ചെയ്തു? രാത്രി ഇന്ന് പ്രാർത്ഥിച്ചു. രാത്രി ഇന്ന് പ്രാർത്ഥിച്ച് പകൽ മുഴുവനും പ്രസംഗിച്ചു. ഈ തോമാസ് ലീഗ രാത്രി ഇന്ന് പ്രാർത്ഥിച്ചു, അല്ലേ? അങ്ങനെയാണല്ലോ തോമസ് ലീഗ ചിന്നമലയിൽ വെച്ച് എംപ്രാന്തികൾ കുത്തുന്നത്, അല്ലേ? കുത്തേറ്റു. കാരണം അങ്ങോട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുറമേന്ന് വന്ന് കുത്തി. കാരണം നീ പ്രാർത്ഥിച്ചാൽ, നീ മറ്റുള്ളവർ സുവിശേഷം അറിയിച്ചാൽ രക്ഷപ്പെടുന്നതാരാ? നീയും നിൻ്റെ കുടുംബവുമാണ്.